ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് സിദ്ദീഖിന്. ഇതുമായി ബന്ധപ്പെട്ട 62ാമത്തെ കേസായി സുപ്രീം കോടതി ഇന്ന് പരിഗണിച്ചു. 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് പാടില്ല എന്ന് കോടതി തടഞ്ഞിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണവുമായി സഹകരിക്കണം എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് കോടതി. കൂടുതൽ വിവരങ്ങളുമായി അനൂപ് ദാസ് സുപ്രീം കോടതിക്ക് മുന്നിൽ നിന്നും ചേരുന്നുണ്ട്. അനൂപ് ദാസ്, എന്താണ് വിശദാംശം? ഈ കോടതിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. സിദ്ദിഖിന് മുൻകൂർ ജാമ്യം അനുവദിക്കുന്നു, എന്നാൽ അന്വേഷണവുമായി സഹകരിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥ അല്പസമയം മുൻപ് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു, മെറിൻ ജോസഫ്. അവരോട് നമ്മൾ സംസാരിച്ചപ്പോൾ കോടതിക്ക് മുന്നിലിരിക്കുന്ന വിഷയമാണ്, അതുകൊണ്ട് വിശദമായി ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്ന മറുപടിയാണ് ലഭിച്ചത്. എന്തായാലും ഇപ്പോൾ അഭിഭാഷകരായിട്ടുള്ള രണ്ടുപേർ ചേർന്നു. അജീഷ്, അദ്ദേഹം തടസ്സ ഹർജി ഫയൽ ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ അത് പരിഗണിക്കപ്പെട്ടില്ല. എന്തായാലും കേസ് കേട്ടല്ലോ. കേസ് എങ്ങനെയാണ് ഈ കോടതി ഇതിനെ കൈകാര്യം ചെയ്യുന്നത്? ഞാനൊരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ റിട്ട് പെറ്റീഷൻ മൂവ് ചെയ്തത്. ആ റിട്ട് പെറ്റീഷന്റെ അടിസ്ഥാനത്തിൽ സാധാരണഗതിയിൽ ക്രിമിനൽ പെറ്റീഷനിൽ കേബിറ്റ് പെറ്റീഷൻ നിലനിൽക്കുന്നതല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണെങ്കിൽ തന്നെയും എന്റെ റിട്ട് പെറ്റീഷൻ അത് നമ്മൾ ഈ കേസിന്റെ മെറിറ്റിലേക്ക് വരുമ്പോൾ മെറിറ്റിന്റെ കേസിലേക്ക് വരുമ്പോൾ ഈ ഇൻ കേസ് ഈ പറഞ്ഞ അക്യൂസിന് ബെയിൽ അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ റിട്ട് പെറ്റീഷൻ ഇൻഫ്രക്ച്വസ് ആയിട്ട് മാറും. കാരണം ആ റിട്ട് പെറ്റീഷൻ കോടതി അലോ ചെയ്യുകയും അതിന്റെ ബേസിൽ FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ഇപ്പോൾ ബെയിൽ അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ വിറ്റ്നസിനെ സ്വാധീനിക്കാനും അതുപോലെ എവിഡൻസ് നശിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ആ ഒരു ഗ്രൗണ്ടിലാണ് ഞാൻ ഇതിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ച സ്ഥിതിക്ക് 2 ആഴ്ച കാലത്തിന് ശേഷം പരിഗണിക്കുമ്പോൾ മാത്രമേ അല്ല, അത് ഈ കേസിലാണല്ലോ എനിക്ക് എന്റെ റിട്ട് പെറ്റീഷനായിട്ട് ഇപ്പോഴും മുന്നോട്ട് പോകാൻ സാധിക്കും. ശരി, ഓക്കെ. എന്തായാലും വളരെ പ്രധാനപ്പെട്ട കാര്യം, സിദ്ദിഖിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. അത് പ്രധാനമായി പരിഗണിക്കപ്പെട്ട വിഷയം ഈ കാലാവധിയാണ്. 8 വർഷത്തിന് ശേഷം പരാതി നൽകി ഉൾപ്പെടെയുള്ള കാര്യമാണ് പരിഗണിക്കപ്പെട്ടത്. ആ കോടതിയുടെ ഇടപെടൽ അല്ലെങ്കിൽ കോടതിയുടെ തീരുമാനം കേട്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയ അന്വേഷണ ഉദ്യോഗസ്ഥ മെറിൻ ജോസഫ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഔദ്യോഗികമായ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. അതേസമയം സിദ്ദിഖിന്റെ മകൻ ഇവിടെയുണ്ട്. അദ്ദേഹം അല്പസമയത്തിനകം ആ ഗേറ്റ് വഴി പുറത്തേക്ക് വരുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അങ്ങനെയെങ്കിൽ ഇതിനോടുള്ള ഒരു പ്രതികരണം, അതായത് കോടതിയുടെ ഇപ്പോഴത്തെ തീരുമാനത്തോടുള്ള പ്രതികരണം എന്ത് എന്ന് ആരായാൻ നമ്മൾ ശ്രമിക്കുന്നു. നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിൽ കേരള പോലീസ് ഇടപെടുന്നു, അല്ലെങ്കിൽ സുഹൃത്തുക്കളെ ഉൾപ്പെടെ ബുദ്ധിമുട്ടിക്കുന്നു തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങൾ ഇന്നലെ സിദ്ദിഖിന്റെ മകൻ ഉന്നയിച്ചിരുന്നു. എന്തായാലും ഒരു പ്രതികരണം, സിദ്ദിഖിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം എന്നുള്ള നിലയിലാണ് മകന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത്. അല്പസമയത്തിനകം ആ ഗേറ്റ് വഴി മകൻ പുറത്തേക്ക് വരും എന്ന് കരുതുന്നു. എന്തായാലും സിദ്ദിഖിനെ സംബന്ധിച്ച് ആശ്വാസമുള്ള വിധി വന്നിരിക്കുന്നു കോടതിയിൽ നിന്ന്. 2 ആഴ്ചക്കാലത്തേക്ക് അറസ്റ്റ് പാടില്ല, അന്വേഷണവുമായി സഹകരിക്കണം. ഈ അന്വേഷണവുമായി സഹകരിക്കണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ കാണാമറയത്താണ് സിദ്ദീഖ് എന്ന് നമുക്കറിയാം. അറസ്റ്റ് തടയാനായി കുറച്ച് ദിവസമായി മറഞ്ഞിരിക്കുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ പരക്കം പാഞ്ഞിട്ടും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. ഇനി അന്വേഷണവുമായി സഹകരിക്കാതെ വന്നാൽ നിയമ നടപടികൾ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സഹകരിച്ചേ മതിയാവൂ എന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ? ഉറപ്പായും അന്വേഷണവുമായി സഹകരിക്കണം എന്ന ഒരു കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സുപ്രീം കോടതി ഇപ്പോൾ 2 ആഴ്ച അറസ്റ്റിൽ നിന്ന് സംരക്ഷണം നൽകിയിരിക്കുന്നത്. അങ്ങനെയല്ല അന്വേഷണവുമായി സിദ്ദിഖ് സഹകരിക്കാത്ത സ്ഥിതിയാണുള്ളത് എങ്കിൽ 2 ആഴ്ചയ്ക്ക് ശേഷം കേസ് പരിഗണിക്കുമ്പോൾ അക്കാര്യം കൂടി കോടതി പരിഗണിക്കുകയും ഈ സംരക്ഷണം ഒഴിവാക്കുകയും ഒരുപക്ഷെ സിദ്ദിഖിന് കീഴടങ്ങേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യും. ഇപ്പോൾ വരുന്ന പുതിയ ചില വിവരങ്ങൾ കൂടിയുണ്ട്. അതിജീവിത സത്യവാങ്മൂലം നൽകണം, ഒപ്പം തന്നെ സർക്കാരും കേരള സംസ്ഥാന സർക്കാരും മറുപടി നൽകണം നോട്ടീസിന്. വിചാരണ കോടതിയുടെ വ്യവസ്ഥകൾ പാലിക്കണം സിദ്ദിഖ് എന്നുകൂടി പറഞ്ഞിരിക്കുന്നു. എന്തായാലും അന്വേഷണവുമായി സഹകരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ സിദ്ദിഖിന് ഇപ്പോൾ അറസ്റ്റിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന സംരക്ഷണം 2 ആഴ്ചയ്ക്ക് ശേഷവും തുടരാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ അതിജീവിത എന്ത് സത്യവാങ്മൂലമാണ് നൽകേണ്ടത്? അതിന്റെ വിശദാംശങ്ങൾ വരുന്നേ ഉള്ളൂ. അതിജീവിത സത്യവാങ്മൂലം നൽകണം എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് എന്റെ ഭാഗം കൂടി കേൾക്കണം. മുൻകൂർ ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ അതിനു മുൻപ് തന്റെ വാദം കൂടി കേൾക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അതിജീവിത സുപ്രീം കോടതിയെ സമീപിച്ചത്. കേരള സംസ്ഥാന സർക്കാരിന്റെയും ആവശ്യം അതായിരുന്നു. അതായത് ഈ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നതിന് മുൻപ് ഞങ്ങൾക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം. ആ 2 കാര്യം എന്താണ് സംസ്ഥാന സർക്കാരിന് പറയാനുള്ളത് എന്നും, ഒപ്പം തന്നെ അതിജീവിതയ്ക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് 8 വർഷക്കാലം കാലതാമസം എന്തുകൊണ്ട് വന്നു പരാതി നൽകുന്നതിന് എന്ന ചോദ്യമാണ് കോടതി പ്രധാനമായി ചോദിച്ചത്. ആ ചോദ്യത്തിന് ഉൾപ്പെടെയുള്ള ഒരു മറുപടി അതിജീവിത നൽകുമായിരിക്കും ഈ സത്യവാങ്മൂലത്തിൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട 3-4 കാര്യങ്ങൾ. ഒന്ന്, സിദ്ദിഖിന് 2 ആഴ്ചക്കാലത്തേക്ക് അറസ്റ്റിൽ നിന്ന് താൽക്കാലികമായ ഒരു സംരക്ഷണം നൽകിയിരിക്കുന്നു സുപ്രീം കോടതി. ആ കാലയളവിൽ
സിദ്ദിഖ് കേസുമായി സഹകരിക്കണം, അന്വേഷണവുമായി സഹകരിക്കണം. മറ്റൊന്ന്, സംസ്ഥാന സർക്കാർ മറുപടി നൽകണം, നോട്ടീസിന്, സുപ്രീം കോടതിയുടെ നോട്ടീസിന് മറുപടി നൽകണം, അതിജീവിത സത്യവാങ്മൂലം നൽകണം, വിചാരണ കോടതിയുടെ വ്യവസ്ഥകൾ സിദ്ദിഖ് പാലിക്കണം. ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം, 8 വർഷക്കാലം എന്തുകൊണ്ട് പരാതി നൽകാനുള്ള ഒരു കാലപരിധി, ഇത്ര നീണ്ട കാലപരിധിക്ക് ശേഷം പരാതി നൽകിയെന്നൊരു ചോദ്യം. ശരി, അനൂപ് ദാസ് ദയവായി തുടരൂ. മറ്റു ബുള്ളറ്റിനുകളിലും കൂടുതൽ വിശദാംശങ്ങൾക്കായി അനൂപ് ദാസിലേക്ക് തന്നെ വരും.